ശ്രീ ആർ എസ് പ്രഭാത് എന്ത് പറ്റിയത് എനിക്കറിയില്ല. ചോദ്യം അങ്ങനെയല്ല, ഞാനൊരു വിഷയം പറഞ്ഞു. ആ വിഷയം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ തടുക്കുവാൻ വേണ്ടി ശരിയല്ല. ഞാൻ അവതാരികെങ്കിലും മറുപടി കൊടുക്കുക. അവതാരികെങ്കിലും മറുപടി കൊടുക്കുക. എനിക്ക് തരണ്ട. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അവതാരിക പറഞ്ഞോളൂ. അതിനെങ്കിലും മറുപടി കൊടുക്കുക. നിങ്ങൾ എന്തോ വലിയൊരു ധാരണയിലാണ് നിൽക്കുന്നത്. അത് മാറ്റി സാധാരണ മനുഷ്യനായി നിങ്ങൾ സംസാരിച്ചാൽ ഞാനും ഓക്കെ. സാധാരണ മനുഷ്യനെ സംസാരിച്ചിരിക്കുന്നു. എന്തോ ചെറിയ തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ വിഷയത്തിൽ. പരസ്പരം ഒരു പക്ഷേ ഈ വിഷയത്തിൽ പരസ്പരം തർക്കങ്ങൾ വരുന്നത് വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതങ്ങ് വിശീലിച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാണ് കിടന്ന് ബലം അല്ലല്ല, താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. താങ്കളെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല, അത്ര തന്നെ. താങ്കളെ പഠിപ്പിക്കാൻ നീ കഴിയില്ല. താങ്കളുടെ മനസ്സിനകത്ത് വന്നിരിക്കുന്നതിനെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല എന്നാ ഞാൻ പറഞ്ഞത്, വേറൊന്നുമില്ല. ശ്രീ ആർ എസ് പ്രഭാത് തുടർന്നോളൂ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോ മുഖ്യമന്ത്രി ഒരു അന്വേഷണം ഇടുന്നത് ഏത് ഭാഗത്താണ്? ഒരുപാട് നാള് താങ്കളും ഒരു നിമിഷം പറയണ കേൾക്കൂ. ഈ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ലക്ഷ്മി കേട്ടോളൂ. ഒരു മുഖ്യമന്ത്രി ഏത് വിഷയത്തിലാണ് അന്വേഷണം ഇടുന്നത്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒരു മുഖ്യമന്ത്രി അന്വേഷണം ഇടുന്നത്. വ്യക്തിപരമായ ഇതിൽ, വ്യവസായപരമായ വിഷയങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ അതിന് ബന്ധപ്പെട്ട കമ്പനി ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരമാണ് ഇവിടെ ഈ ഇന്ത്യയിൽ എവിടെയും കേസെടുക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് കേസെടുക്കാൻ പറയാനുള്ള അധികാരമൊന്നും ആ രീതിയിലില്ല. വ്യവസായ മന്ത്രിക്ക് പറഞ്ഞോ? അതെ, അങ്ങനെ അധികാരം പ്രത്യേകിച്ചില്ല. അതിലൊരു നിലപാട് തീർച്ചയായും അതിലൊരു നിലപാട് വ്യക്തമാക്കുക മാത്രമാണ് വേണ്ടത്. ഒരു നിമിഷം ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സമയം നിങ്ങൾ തരണം. ഇല്ല, ശ്രീ ആർ എസ് പ്രഭാത് പറഞ്ഞോളൂ. അല്ലാതെ അതിനിടയ്ക്ക് കയറി അങ്ങോട്ടിട്ട് വലിച്ച് ഇങ്ങോട്ടിട്ട് വലിച്ചൊന്നും നടക്കത്തില്ല. പറയാനുള്ളത് പറയാം. പറഞ്ഞോളൂ. ഒരു കോടതിയിൽ ഒരു വിഷയം ഉണ്ടാകുന്നു. ആ വിഷയം എന്ന് പറയുന്നത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ 210 പ്രകാരം ROCയുടെ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം 4 അംഗ കമ്മിറ്റിയെ 2 കൊച്ചി യൂണിറ്റും കർണാടക യൂണിറ്റും ചേർന്ന് തീരുമാനിച്ചു. തീരുമാനിച്ച് ആ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് ഷോൺ ജോർജ്. ആ നിമിഷത്തിലാണ് ഷോൺ ജോർജ് BJP ചേരുന്നത്. BJP ചേർന്നതിന് ശേഷം അവിടെയാണ് കോടതിയിൽ ROCയുമായി ബന്ധപ്പെട്ട കേസിൽ പറയുകയുണ്ടായിരുന്നു 210 അല്ല 212 വേണ്ടത്. ആദ്യം നിങ്ങൾ പരിശോധിക്കൂ. ആദ്യം ഈ കേസ് ഫയൽ ചെയ്ത സമയത്ത് അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞത് കമ്പനി ആക്ട് 210 പ്രകാരമാണ് ഈ അന്വേഷണം വേണ്ടത്. എങ്ങനെയാണ് 212 ആയത്? അവിടെയാണ് വിഷയം. അത് തള്ളിക്കളഞ്ഞ സുഹൃത്ത്. നിങ്ങൾ സംസാരിക്കൂ. അല്ല, ഞാൻ സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. അതായത് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം. 210 ഉള്ളപ്പോൾ എന്തിനാണ് 212 വീണ വിജയൻ്റെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതി ചോദിച്ചു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി വന്നിട്ട് പറഞ്ഞു 212 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 210 കീറക്കടലാസിൻ്റെ വിലയുള്ളൂ എന്ന് പറഞ്ഞു. അത് കർണാടക ഹൈക്കോടതി സമ്മതിച്ചിട്ടാണ് ഈ കോടതി തള്ളിക്കളഞ്ഞത്. ആ വാദം, ആ കോടതി ചവറ്റുകൊട്ടെ കളഞ്ഞ വാദം എടുത്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് എങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? കർണാടക ഹൈക്കോടതി ആ വാദം തള്ളിക്കളഞ്ഞാണെന്ന് അതാരോ എഴുതി കൊടുത്ത് വിട്ടിരിക്കുകയാണ്. എൻ്റെ ഇടതുപക്ഷ സുഹൃത്തിനെ ഞാൻ എന്ത് പറയാനാണ്? എനിക്കൊന്നും പറയാനില്ല. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞ വാദം എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇങ്ങോട്ട്. കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞില്ല, പിന്നെ ആ വാദത്തിന് എന്താണ് പ്രസക്തി? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല. ഇനിയിപ്പം ഇവിടെ ജോർജ് ജോസഫ് ഇരിപ്പുണ്ട്. ഇപ്പം ജോർജ് ജോസഫിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ്. ഞാൻ ഒറ്റ മിനിറ്റ് കർണാടക ഹൈക്കോടതിയിലെ മുഴുവൻ വാദങ്ങളും വായിച്ച ആളാണ് ഞാൻ. ഈ വാദം നടന്നപ്പം മുഴുവൻ വായിച്ച ആളാണ്. കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്കിൻ്റെ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താർ ഉന്നയിച്ച്
കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ഈ പിന്നെ സ്റ്റെയിലായിട്ടുള്ള വാദമാണിത്. അതിവിടെ പറയുന്നതിന് വല്ല പ്രസക്തിയുണ്ടോ? അത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അതിനെ തുടർന്ന് എക്സാലോജിക്കിന്റെ ഹർജിയും തള്ളിക്കളഞ്ഞു. എന്നിട്ടും ഇടതുപക്ഷ പ്രതിനിധി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് പറയാന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാറുള്ളൂ. കഴിഞ്ഞോ?